എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 109-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. എന്നാൽ നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ. മദർ കാര്യമായി എന്തോ പറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ആ ഭാവം കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് മറ്റ് സിസ്റ്റർമാരും അല്പം വിഷമത്തിലായി. ദേഷ്യം വന്നാൽ ചിലപ്പോൾ മദർ വായിൽ തോന്നിയതെല്ലാം പറയും. അതെല്ലാം കേട്ടിരിക്കുകയല്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല. ഒന്നും അങ്ങോട്ട് പറയാൻ സമ്മതിക്കില്ല. അതാണ് ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. ചില സമയങ്ങളിൽ ഒട്ടും യോജിക്കാൻ കഴിയില്ല. പറയുന്നത് മാത്രമേ ഉള്ളൂ, മനസ്സിലൊന്നും വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയില്ല. സിസ്റ്റർമാർക്കും അനുവിനും അധിക നേരം ആശങ്കപ്പെടേണ്ടി വന്നില്ല. മദറിന് പറയാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അപ്പോൾ പറയേണ്ടി വന്നുമില്ല. കാരണം അപ്പോഴേക്കും മദറിനെ ആരോ വിളിച്ചു. അവരുടെ കയ്യിലിരുന്ന ഫോണിലെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവർക്കും അല്പം ഒന്ന് സമാധാനമായി. വിളിച്ചതാരാണ് എന്ന് കൃത്യമായി മദറിന് മാത്രം മനസ്സിലായി. അവരപ്പോൾ തന്നെ എഴുന്നേറ്റു. എന്നിട്ട് ആരോടും ഒന്നും പറയാതെ അവരുടെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. മദർ പോയ ഉടനെ തന്നെ ബാക്കിയുണ്ടായിരുന്നവരും എഴുന്നേറ്റു. ഫോൺ ചെയ്യലും മറ്റും കഴിഞ്ഞിട്ട് ഇനി എപ്പോഴായിരിക്കും മദർ തിരിച്ചു വരിക എന്നറിയില്ലല്ലോ. ചിലപ്പോൾ ഇനി അങ്ങോട്ട് വരികയുമില്ല. അന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതായതുകൊണ്ട് കിടക്കുകയേ മിക്കവാറും ചെയ്യുകയുള്ളൂ. ആ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് ഭക്ഷണമുറിയിലുണ്ടായിരുന്ന ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. അനു അവളുടെ മുറിയിലേക്കും പോയി. മദറിനെ അന്നേരം വിളിച്ചത് അർജുനായിരുന്നു. അനുവിനോട് ചോദിച്ച കാര്യത്തിൻ്റെ വിവരമറിയാനാണ് ഈ രാത്രിയിൽ പ്രധാനമായും കുഞ്ഞമ്മയെ വിളിച്ചത്. മദർ അനുവിനോട് സംസാരിച്ച കാര്യവും അവളുടെ പ്രതികരണവും അർജുനോട് പറഞ്ഞു. അവളോട് നിർബന്ധിച്ച് ഒന്നുകൂടി പറയാമെന്നാണ് മദർ പറഞ്ഞത്. അവളുടെ തീരുമാനം മാറ്റിക്കാമെന്നും അർജുൻ പ്രതീക്ഷിക്കും പോലെ അവളെ തന്നെ വിവാഹം കഴിക്കാമെന്നും എന്തു വന്നാലും അതേ നടക്കുകയുള്ളൂ എന്നും മദർ പറഞ്ഞു. യാതൊരു കാരണവശാലും പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ലെന്നും നിന്റെ ഇഷ്ടം ഞങ്ങൾ നടത്തിത്തരാം എന്നും മദർ അർജുനോട് പറഞ്ഞു. ഉദ്ദേശിച്ച കാര്യത്തിന് അനുകൂല മറുപടി അനുവിൽ നിന്ന് ലഭിക്കാത്തതിനുള്ള വിഷമം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. എന്നാലും യാതൊരു കാരണവശാലും അവളോട് ദേഷ്യമുണ്ടായിരുന്നുമില്ല. കാരണം അനു അവളുടെ അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഒരാളെ ഇഷ്ടപ്പെടുക എന്നത് തെറ്റല്ലല്ലോ. ആർക്കായാലും അങ്ങനെ തോന്നുന്നതല്ലേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് വാക്ക് കൊടുത്തയാളെ ഒഴിവാക്കി സാഹചര്യത്തിനൊത്ത് വേറൊരാളെ സ്വീകരിക്കണമെന്ന് പറയുകയാണെങ്കിൽ അതല്ലേ തെറ്റ്. കുഞ്ഞമ്മ ഇന്ന് അനുവിനോട് സംസാരിച്ചല്ലോ. അവൾ അവളുടെ ഭാഗം കൃത്യമായി പറയുകയും ചെയ്തു. എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ എന്നേക്കാളും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എന്നേക്കാളും കൂടുതൽ ഇഷ്ടമുള്ള ആരോ ഒരാളുള്ളതുകൊണ്ടാണല്ലോ പ്രശ്നം. ആ ആളിന് വാക്ക് കൊടുത്തു പോയതല്ലേ. വാക്ക് തെറ്റിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടല്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ വെറുക്കും കുഞ്ഞമ്മേ, പറഞ്ഞേ. അവൻ ഒരു ശുദ്ധനായതുകൊണ്ട് അവൾ പറഞ്ഞത് അതുപടി തന്നെ അങ്ങ് അംഗീകരിക്കും. പക്ഷേ താൻ അങ്ങനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അവനോളം ശുദ്ധഹൃദയം തനിക്കില്ലായിരിക്കും. ഒരാളിനോട് ഇഷ്ടം തോന്നി എന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയാത്ത ഒന്നുമല്ലല്ലോ. ഈ ജീവിതത്തിൽ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? അവൾക്കിഷ്ടം തോന്നിയ ആളെ എല്ലാവരും അറിയുന്നതാണല്ലോ. ബന്ധുക്കൾ ആരുമില്ലാത്ത അനാഥനായ ഒരുത്തൻ. കയറിക്കിടക്കാൻ വീട് പോലുമില്ല. അവനുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എന്തുകൊണ്ടും മെച്ചം അർജുനാണ്. അല്ലെങ്കിലും അങ്ങനെയല്ലേ തനിക്ക് തോന്നുകയുള്ളൂ. അവരുടെ ഒരു സ്നേഹവും വാക്കും മാറാൻ കഴിയാത്തതായി ഈ ലോകത്ത് എന്താണുള്ളത്? ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി എന്നതുകൊണ്ട് അത് മാറി മറ്റൊരാളോട് ഇഷ്ടം ഉണ്ടായിക്കൂടെ? അവൾക്ക് എന്നോടോ
ഈ കോൺവെൻറ്റിനോടോ അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ച ബന്ധത്തിന് എതിര് പറയില്ലായിരുന്നു. കുഞ്ഞമ്മയുടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ ഒരുമാതിരി പഴയ കാലഘട്ടത്തിലെ പിടിവാശിക്കാരായ കാരണവന്മാരുടെ അതേ രീതിയിലാണ്. പ്രണയവും ബന്ധവുമൊക്കെ സാധാരണമല്ലേ? അതിൽ നിന്ന് മാറുന്നവർ വളരെ കുറവാണ്. എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിലേക്ക് പോകുന്നത് തന്നെ. അനുവിനെ കുറ്റം പറയാൻ പറ്റില്ല. അവളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത ജീവിതമായിരുന്നു അത്രയും കാലം. അപ്പോൾ അതിനു പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചു. എല്ലാം കൊണ്ടും യോജിക്കുന്ന ഒരുവൻ. അവൻ സ്നേഹവാനും ആയിരിക്കും. ആ കാര്യത്തിനു വേണ്ടി ഇനി അവളെ നിർബന്ധിക്കേണ്ട. ഒരു കാരണവശാലും അവളെ വഴക്ക് പറയുകയും വേണ്ട. അല്ലെങ്കിൽ തന്നെ അവളുടെ ഭാഗത്ത് എന്നതാ തെറ്റ്? അവളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുകയാണ് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കുഞ്ഞമ്മ ചെയ്യേണ്ടത്. അല്ലാതെ കുഞ്ഞമ്മയുടെ നിർബന്ധ ബുദ്ധിയും സ്വഭാവവും വെച്ച് ഒരു കാരണവശാലും അവളെ നിർബന്ധിക്കരുത് എന്ന് ഒരു തവണ കൂടി ഞാൻ പറയുന്നു. അവനു വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചോദിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് അവളോട് പരിഭവിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ തനിക്കും കിച്ചുവിനെ ഇഷ്ടമാണ്. അവൻ മിടുക്കനാണ്, സൽസ്വഭാവിയുമാണ്. അവർ രണ്ടുപേരും നന്നായി ഇണങ്ങും എന്നും അറിയാം. എന്നാലും അർജുൻ ഇങ്ങനെ ഒരു താല്പര്യം പറഞ്ഞപ്പോൾ തൻ്റെ സ്വന്തം ചോരയായതുകൊണ്ട് അവൻ്റെ ആഗ്രഹം തന്നെ ആയി മാറി തൻ്റെയും ആഗ്രഹം. അതുകൊണ്ടാണ് അവളോടങ്ങനെ പറയാനും തോന്നിയത്. ഇല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സംസാരവും അവളോട് ഇന്നോളം വേണ്ടി വന്നിട്ടില്ലാത്തതാണ്. എനിക്ക് ഇതിലെന്ത് നിർബന്ധം? നീ അന്ന് ആഗ്രഹം പറഞ്ഞു, അതനുസരിച്ച് ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തു. അത്രയും മാത്രമേ എനിക്കിതിൽ താല്പര്യമുള്ളൂ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ മരുമകളായി അവൾ വരികയാണെങ്കിൽ അവളെ എന്നും കാണാൻ എനിക്ക് കഴിയും. ഞാൻ അവിടെ വന്നാലും ഇവിടെ മകളായിരുന്നതുപോലെ തന്നെ അവിടെയും മകളായിരിക്കുന്ന അനുവിനെ എനിക്ക് കാണാം. ആ ഒരു ആഗ്രഹമേ എനിക്ക് മാത്രമായി ഉണ്ടായിരുന്നുള്ളൂ. ആശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊള്ളണമെന്നുണ്ടോ? ഇതും അങ്ങനെ നടക്കാത്ത കാര്യങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങ് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് വിഷമം ഒന്നും തോന്നുകയുമില്ല. സാരമില്ല, നമുക്ക് ആ കാര്യം വിടാം. അതിനെപ്പറ്റി ഇനി സംസാരം വേണ്ട. മറ്റെന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറയുന്നതാണ് നല്ലത്. അങ്ങനെ അവർ രണ്ടുപേരും ആ വിഷയം അവസാനിപ്പിച്ചു. സംസാരം കഴിഞ്ഞ് തിരിച്ച് ഭക്ഷണമുറിയിൽ ചെന്നപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്നും അവരവരുടെ മുറികളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് മദറിന് തോന്നിയത് അനുവിനെ കണ്ട് അവളോട് വഴക്ക് പറഞ്ഞതിനും ദേഷ്യപ്പെട്ടതിനും അവളെ ഒന്ന് സമാധാനിപ്പിക്കണമെന്ന്. മദർ നേരെ നടന്നത് അനുവിൻ്റെ മുറിയിലേക്കാണ്. പാവം വല്ലാതെ വിഷമിച്ചു കാണും. താൻ അങ്ങനെ പറയരുതായിരുന്നു. മദർ അപ്പോൾ ഊണുമുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് മദറിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യമായി വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് കരുതലിലായിരുന്നു അനു. എങ്ങനെയെങ്കിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി നിന്ന നേരത്താണ് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടത്. അത് ഇങ്ങോട്ടാണെങ്കിൽ എന്തായാലും ആ ആളിനോട് സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് അനു വേഗം എഴുന്നേറ്റു. പ്രതീക്ഷിച്ചതുപോലെ അത് അവളുടെ മുറിയിലേക്ക് തന്നെയാണ്. വാതിലിൽ മുട്ടുന്നത് കേട്ടപ്പോൾ മടിയോടെ അനു വാതിൽ തുറന്നു. തൊട്ടു മുമ്പിൽ നിൽക്കുന്നു മദർ. ദൈവമേ, ഇനിയും വഴക്ക് പറയാനായിരിക്കുമോ? എന്നാൽ നേരത്തെ കണ്ട ഭാവമല്ല ഇപ്പോൾ. ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവൾക്ക് കുറേ സമാധാനമായി. മദർ ഉള്ളിലേക്ക് കയറി വന്നു. എന്നിട്ട് അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി അവളോടൊപ്പം അവിടെ ഇരുന്നു. ഞാൻ അനുവിനോട് ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നോ? ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ എനിക്ക് നിന്നോട് അല്പം ദേഷ്യം വന്നു എന്ന കാര്യം ശരിയാണ്. എന്നാലും ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിന്നോട് വഴക്ക് പറയണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഒരാൾ എന്നെ വിളിച്ചത്. അതുകൊണ്ട് അന്നേരം ഒന്നും പറഞ്ഞില്ല.
അന്നേരം ഞാൻ പറയാത്തത് മുഴുവൻ ഇപ്പോൾ പറയാൻ വേണ്ടി വന്നതല്ല കേട്ടോ. മദർ ദേഷ്യപ്പെട്ടാലും അനുവിന് അത്രയൊന്നും പ്രശ്നമില്ല. കാരണം അവർക്ക് അനുവിനോട് ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ട് എന്ന് അവൾക്കറിയാം. തീരെ ചെറിയ പ്രായത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു. താൻ ഇവിടെ വന്നതാണ്. ബന്ധുക്കളായ കുറച്ചുപേർ ഉണ്ടായിരുന്നെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ. അവരാരും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേണ്ട കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു ചെയ്തു തന്നിട്ടുള്ളതും മദർ തന്നെയാണ്. അവർ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അതിന് പ്രതിഫലമായി തൻ്റെ അമ്മയ്ക്ക് വല്യപ്പൻ കൊടുത്ത റബ്ബർ തോട്ടം അവർ വാങ്ങിയെന്നതും ശരി. എന്നാൽ തൻ്റെ സുരക്ഷിതത്വത്തിന് അത്രയും മരങ്ങൾ പോരായിരുന്നല്ലോ. അതിന് മനുഷ്യർ തന്നെ വേണമായിരുന്നു, അതും സ്നേഹമുള്ള മനുഷ്യർ. അത് ലോഭമില്ലാതെ തന്നവർക്ക് തന്നോട് ദേഷ്യപ്പെടാനുള്ള അവകാശവും ഉണ്ട്. അത് കേൾക്കാനുള്ള കടമ തനിക്കും ഉണ്ട്. മദർ ദേഷ്യപ്പെട്ടാലും എനിക്ക് പ്രത്യേകമായി ഒന്നും തോന്നാറില്ലല്ലോ. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ മദർ എന്നോട് ദേഷ്യപ്പെടുന്നത്. പല കാര്യങ്ങൾക്കും പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടില്ലേ. അന്നൊന്നും പ്രത്യേകമായി എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടു പോയതാണ് കിച്ചുവുമൊത്തുള്ള ജീവിതം. അതൊഴിവാക്കി മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ അത് വഴക്ക് പറയലല്ലോ. ഇഷ്ടം ത്യജിക്കാൻ പറയുകയല്ലേ. എത്ര ആശ അടക്കി പിടിച്ചാലും എന്നെക്കൊണ്ടത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ആശയടക്കി പിടിക്കുകയും വേണ്ട. നിൻ്റെ ഇഷ്ടം പോലെ നീ ഇഷ്ടപ്പെട്ട ചെക്കനെ തന്നെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുക. ഞങ്ങൾ അത് കണ്ട് സന്തോഷിച്ചു കൊള്ളാം. അർജുനാണ് അന്നേരം എന്നെ വിളിച്ചത്. അവൻ നിന്നോട് സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഷ്ടം നടക്കാത്തതിൽ ഒരു വിഷമവുമില്ല. പകരം നിൻ്റെ ഇഷ്ടം നടത്തിക്കൊടുക്കാനാണ് അവൻ പറഞ്ഞത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. ഇതിലിപ്പോൾ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അധികാരമുള്ള കാര്യമാണ് പറഞ്ഞത്. അത് സ്വീകരിക്കാൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു തർക്കമുണ്ടായത്. യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സാർ എന്നോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. സിസ്റ്ററിനെ നേരത്തെ വിളിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഒരു വിചാരത്തിലാണ് ഞാൻ മുറിയിലേക്ക് വന്നത്. പിന്നെ എന്നോടെന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്. അങ്ങനെ മല പോലെ വന്ന പ്രശ്നം എലി പോലെയായി പോയി. എന്നാലും പ്രശ്നങ്ങൾക്ക് അവസാനമില്ലല്ലോ. അടുത്ത പ്രശ്നം എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതിയാകും. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ ദിവസവും വായിച്ച് രസിക്കട്ടെന്ന്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. ഓക്കേ.